നമ്മുടെ റോസിന് യൂസ് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 3-in-1 ലിക്വിഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തപ്പോഴുള്ള എൻ്റെ റോസിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ റോസിനുണ്ടായ എല്ലാ മുട്ടുകളും വിരിഞ്ഞു എന്ന് മാത്രമല്ല, നല്ല വലിപ്പത്തിലും നിറത്തിലും നല്ല ഭംഗിയിലുള്ള പൂക്കളാണ് എല്ലാം വിരിഞ്ഞത്. ഈ സെൻറ്റഡ് റോസ് ഒന്ന് നോക്കിയേ, എത്ര അട്രാക്റ്റീവായിട്ടാണ് വിരിഞ്ഞിരിക്കുന്നതെന്ന്. നേരിട്ട് ഇതിനേക്കാളും ഭംഗിയാണ് കാണാൻ. ഇത് 7 ഡേയ്സ് റോസാണ്. നല്ല രീതിയിൽ പെസ്റ്റിന് അറ്റാക്ക് ഉണ്ടാകുന്ന റോസാണ് ഈ 7 ഡേയ്സ് റോസ്. മുട്ടുകൾ വിരിയാറായി കഴിയുമ്പോഴത്തേന് ഏതെങ്കിലും പുഴുക്കളോ കിടങ്ങളോ വന്ന് നശിപ്പിച്ച് കളയും. നേരത്തെ ഒന്നും ഒറ്റ മുട്ട പോലും എനിക്ക് വിരിഞ്ഞ് കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ മുട്ടകളും ഈ ലിക്വിഡ് യൂസ് ചെയ്തതിന് ശേഷം എല്ലാ മുട്ടകളും തന്നെ വിരിഞ്ഞ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് പൂക്കളെല്ലാം വിരിഞ്ഞ് കിട്ടുന്നുണ്ട്. പേര് പോലെ തന്നെ ഇത് 7 ദിവസം വിരിഞ്ഞ് കഴിഞ്ഞാൽ 7 ദിവസം ഫ്രഷായിട്ട് നിൽക്കും. നല്ല വലിപ്പത്തിലുള്ള പൂക്കളുണ്ടാവുകയും ചെയ്യും. ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലാണ്. റോസിന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് 7 ഡേയ്സ് റോസ്. ഇത് ബട്ടൺ റോസാണ്. ബട്ടൺ റോസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. എല്ലാ പൂക്കളും നല്ല വലിപ്പത്തിൽ തന്നെയാണ് വിരിഞ്ഞിരിക്കുന്നത്. നല്ല ബഞ്ചസായിട്ട് പൂക്കൾ വരും. നോക്കി ഒരു കുലയിൽ എത്ര പൂക്കളാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇത് എലിസബത്ത് റോസ്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ലെങ്കിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തെടുക്കും. അത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇതളുകൾ അടങ്ങിയിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവുകയും ചെയ്യും. ഒരുപാട് പൂക്കളുണ്ടായിരിക്കും. ഭയങ്കര അട്രാക്റ്റീവാണ് ഈ എലിസബത്ത് റോസ് കാണാൻ. ഇതിൻ്റെ ബ്രാഞ്ചസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ മണ്ണിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് കിട്ടും. അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയൊന്നുമല്ല. ഇത് ഓർക്കിഡ് റോസാണ്. ഇതിലും നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് വിരിഞ്ഞെടുക്കുന്നത്. ഇത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പൂക്കൾ കായ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്ലോ ഗ്രോത്താണ്. മുട്ടുകൾ മാത്രമല്ല, ഇതുപോലെ പുതുതായിട്ട് വരുന്ന തളിരിലകളൊക്കെ പുഴുക്കളും കീടങ്ങളൊക്കെ വന്ന് നശിപ്പിച്ച് കളയും. ഞാൻ ഈ പറഞ്ഞ പോലുള്ള ലിക്വിഡൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഒറ്റ പുഴുക്കളും കീടങ്ങളും ഒന്നും എടുക്കത്തില്ല. റോസ് നല്ല സേഫായിരിക്കുകയും ചെയ്യും. നമുക്ക് മനസ്സമാനത്തോടെ വളർത്താനും പറ്റും. നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, അതുപോലെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരികയും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവുകയും ചെയ്യും. ഞാൻ റോസിന് പല പെസ്റ്റിസൈഡും ഫംഗിസൈഡും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ 3-in-1 ലിക്വിഡാണ്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.